ഈ പാഠഭാഗത്തു നിന്ന് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് ജിയാൻ ജാക്വിസ് റൂസോയുടെ സംഭാവനകൾ. എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ജിയാൻ ജാക്വിസ് റൂസോ. 1712 മുതൽ 1778 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിശ്വപ്രസിദ്ധനായ ഒരു തത്വചിന്തകനാണ് റൂസോ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ജനിക്കുകയും വിവിധ രാജ്യങ്ങളിലെ പ്രവാസ ജീവിതത്തിന് ശേഷം 1744 അദ്ദേഹം ഫ്രാൻസിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. റൂസോയുടെ സാമൂഹിക വീക്ഷണങ്ങൾ അക്കാലഘട്ടത്തിൽ എന്ന പോലെ 20-ാം നൂറ്റാണ്ടിലും വളരെ പ്രസക്തങ്ങളായി തുടരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഡിസ്കോഴ്സസ് ഓൺ ദി മോറൽ ഇഫക്ട്സ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് 1751 പ്രസിദ്ധീകരിച്ചത്. ഡിസ്കോഴ്സസ് ഓൺ ദി ഒറിജിൻ ഓഫ് ഇൻഇക്വാലിറ്റി 1755 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ദി സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന കൃതി 1762 പ്രസിദ്ധീകരിച്ചത്. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന അഴിമതിക്കും അനാചാരങ്ങൾക്കുമെതിരെയാണ് റൂസോ തൻ്റെ തൂലിക ചലിപ്പിച്ചത്. സാമൂഹിക ജീവിതം നേരിടുന്ന പ്രധാന വെല്ലുവിളി മനുഷ്യൻ്റെ അത്യാഗ്രഹമാണെന്നാണ് റൂസോ അഭിപ്രായപ്പെട്ടത്. കഴിവുള്ളവരും ശക്തരുമായവർ തങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞവരെ അടിച്ചമർത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നതാണ് ധാർമ്മികമായ മൂല്യച്യുതിയുടെ പ്രധാന കാരണമെന്ന് റൂസോ അഭിപ്രായപ്പെട്ടു. സാംസ്കാരികമായി പുരോഗതി കൈവരിക്കുമ്പോൾ തന്നെ സാമൂഹിക തിന്മകളായ അഴിമതി, അടിച്ചമർത്തൽ, സാമ്പത്തിക ചൂഷണം, യുദ്ധങ്ങൾ എന്നിവയും ഏറി വരികയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ കിടമത്സരങ്ങളും അക്രമങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. നിയമവും ഭരണകൂടവും പാവപ്പെട്ടവൻ്റെ രക്ഷയ്ക്കെത്തുന്നതിന് പകരം പണക്കാരൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ശ്രമിക്കുന്നതെന്നും റൂസോ അഭിപ്രായപ്പെടുകയുണ്ടായി. അത്തരത്തിലുള്ള റൂസോയിൻ്റെ നിരീക്ഷണങ്ങൾ ഈ കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് സോഷ്യൽ കോൺട്രാക്റ്റ് തിയറി അഥവാ സാമൂഹിക കരാർ സിദ്ധാന്തം. സാമൂഹിക ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ പ്രകൃതിദത്തമായ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ എല്ലാവർക്കും കഴിഞ്ഞിരുന്നു. ഓരോ മനുഷ്യരും സ്വതന്ത്രമായ നിലനിൽപ്പ് ഉണ്ടായിരുന്നു. നാഗരികതയുടെ ഉൽപ്പന്നങ്ങളായ അസമത്വം, അനീതി, അടിച്ചമർത്തൽ, അഴിമതി, അക്രമ സ്വഭാവം എന്നിവയൊന്നും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നിരുന്ന ആദിമ മനുഷ്യരിൽ ഉണ്ടായിരുന്നില്ല. പ്രകൃതിയോടിണങ്ങി എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചു വളർന്ന മനുഷ്യൻ സത്യസന്ധനും സന്തുഷ്ടനുമായിരുന്നു. അന്യോന്യമുള്ള ബന്ധങ്ങൾ ശക്തിപ്പെട്ടു തുടങ്ങിയതോടുകൂടിയാണ് മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിന് തുടക്കമായത്. പ്രകൃതി വിഭവങ്ങളുടെ മേൽ ആധിപത്യം നേടുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതോടുകൂടി സാമൂഹിക തിന്മകളും ഉടലെടുത്തു തുടങ്ങി. ഇത് അശാന്തിയും കിടമത്സരങ്ങളുമാണ് സാമൂഹിക ജീവിതത്തിന് സംഭാവന ചെയ്തത് എന്നാണ് റൂസോ അഭിപ്രായപ്പെടുന്നത്. കൂടി വരുന്ന ആവശ്യങ്ങൾ സ്വയം പരിഹരിക്കുവാൻ കഴിയാതെ വന്നതും പ്രകൃതി വിഭവങ്ങളുടെ അളവ് കുറഞ്ഞതുമാണ് വ്യക്തികൾ തമ്മിലുള്ള സഹകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. ചില ഉടമ്പടികളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകൾക്ക് തുടക്കമായത്. തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായിട്ടായിരുന്നു ആദിമ മനുഷ്യൻ സാമൂഹിക രീതികൾ സ്വീകരിച്ചത്. ഈ സഹകരണം മൂലമാണ് ഭാഷ, അതുപോലെ ആശയവിനിമയം, സംസ്കാരം എന്നിവയുടെ വികാസവും പരിണാമവും ഉണ്ടായത്. കുടുംബമെന്ന ഘടകമാണ് ഈ രീതിയിൽ രൂപം കൊണ്ട ആദ്യത്തെ സഹകരണ പ്രസ്ഥാനം. കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് സമൂഹത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായത്. ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമായാണ് സമൂഹം ഉടലെടുത്തത്. ഈ ഉടമ്പടിയിലെത്തിയതോടുകൂടി വ്യക്തികളുടെ പ്രകൃതിദത്തമായ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും അതിൻ്റെ സ്ഥാനത്ത് സാമൂഹികവും ധാർമ്മികവുമായ സ്വാതന്ത്ര്യം കടന്നു വരികയും ചെയ്തു. ഇതോടുകൂടി വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് അതിരുകൾ ഉണ്ടായി തുടങ്ങി. ഇത്തരം നിയന്ത്രണങ്ങൾ മുമ്പുണ്ടായിരുന്നില്ല. മനുഷ്യൻ സ്വതന്ത്രനായിരുന്നു. എന്നാൽ സാമൂഹിക ജീവിതത്തിലേക്ക് കടന്നതോടുകൂടി അസ്വാതന്ത്ര്യങ്ങളുടെ ചങ്ങല
സ്വയം എടുത്ത് അണിയുകയാണ് മനുഷ്യൻ ചെയ്തത്. റൂസോയുടെ തന്നെ വാക്കുകളിൽ മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് ഈസ് എവ്രിവെയർ ഇൻ ചെയിൻസ് എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലോക പ്രശസ്തമാണ്. സാമൂഹിക ജീവിതത്തിലെ അസ്വാതന്ത്ര്യത്തെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് റൂസോ ഇപ്രകാരം പറഞ്ഞത്. മത്സരാധിഷ്ഠിതമാണ് സാമൂഹിക ജീവിതമെന്ന് റൂസോ അഭിപ്രായപ്പെടുന്നു. സമ്പത്ത് നേടുന്നതിനായുള്ള ശ്രമങ്ങളാണ് മത്സരത്തിൻ്റെ അടിസ്ഥാനം. കഴിവുള്ളവൻ്റെ വിജയവും കഴിവ് കുറഞ്ഞവൻ്റെ പരാജയവുമാണ് ഈ മത്സരത്തിൻ്റെ പരിണിത ഫലം. സാമ്പത്തികവും സാമൂഹികവുമായ വർഗങ്ങളുടെ ആവിർഭാവത്തിനു കാരണം ഈ മത്സരമാണ്. ഇതോടനുബന്ധിച്ചാണ് സാമൂഹികമായ തിന്മകളായ ചൂഷണം, അഴിമതി, അടിച്ചമർത്തലുകളൊക്കെ ഉണ്ടാകുന്നത്. ആക്രമണോത്സുകമായ ജീവിതത്തിൽ പരാജയപ്പെടുന്നവർ വിജയികളുടെ അടിമകളായി മാറ്റപ്പെടുന്നു. അസമത്വങ്ങളാണ് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. റൂസോ അവതരിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സങ്കല്പമാണ് ദ കോൺസെപ്റ്റ് ഓഫ് ജനറൽ വിൽ. ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യർ രൂപീകരിച്ച സമൂഹത്തിൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യവും സ്വതന്ത്ര ചിന്തയുമല്ല, മറിച്ച് പൊതുചിന്തയും സമൂഹത്തിൻ്റെ നിയന്ത്രണങ്ങളുമാണ് ഉയർന്നു നിൽക്കുന്നത്. വ്യക്തികളുടെ മനോഗതികളേക്കാൾ ഉപരി സമൂഹത്തിൻ്റെ മനോഗതിക്കാണ് പ്രാധാന്യം ഉണ്ടായിരിക്കുക. ഇങ്ങനെ രൂപീകരിക്കപ്പെടുന്ന സമൂഹ മനസ്സ് എല്ലാ അംഗങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കിയാണ് നിലകൊള്ളുന്നത്. എല്ലാ വ്യക്തികളും സമൂഹ മനസ്സിനോട് വിധേയത്വം പ്രകടിപ്പിക്കുന്നതിനാലാണ് നാശമില്ലാതെ തുടരുവാൻ സമൂഹത്തിന് സാധിക്കുന്നത്. ഈ സമൂഹ മനസ്സാണ് സാമൂഹിക നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി തീർന്നത്. അതിനുള്ള പരിപാലനവും അല്ലെങ്കിൽ അത്തരം നിയമങ്ങളുടെ പരിപാലനവും സമൂഹ മനസ്സ് തന്നെയാണ് നിർവഹിക്കുന്നത്. ഭരണകൂടം എന്നത് നിയമം നടപ്പിലാക്കുന്നതിനുള്ള ഉപകരണം മാത്രമാണ്. ഈ കാഴ്ചപ്പാട് പ്രകടമാക്കുന്നതിലൂടെ ഭരണകൂടവും വ്യക്തിയും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടാണ് റൂസോ പ്രകടമാക്കുന്നത്. ഓരോ വ്യക്തിയും ഒരേ സമയം നിയമനിർമ്മാതാവും നിയമം അനുസരിക്കുന്നവനുമാണെന്നാണ് റൂസോ പറയുന്നത്. പൊതുമനസ്സിൻ്റെ ഭാഗമെന്ന നിലയിൽ നിയമനിർമ്മാതാവും ഒരു വ്യക്തി എന്ന നിലയിൽ നിയമമനുസരിച്ച് ജീവിക്കുവാൻ ബാധ്യതപ്പെട്ടയാളുമാണ് ഓരോ വ്യക്തിയും. പൊതുസമൂഹത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം വ്യക്തികൾക്കാണ്. അതായത് ജനങ്ങളുടെ കൈവശമാണ് പരമാധികാരം കുടികൊള്ളുന്നത്. പരമാധികാരം അഥവാ ജനകീയ പരമാധികാരം, പീപ്പിൾസ് സോവറിനിറ്റി എന്ന ആശയം റൂസോ മുന്നോട്ട് വെച്ചു. ഈ ആശയം പിന്നീട് ജനാധിപത്യത്തിൻ്റെ അടിത്തറയായി മാറി. സ്ഥിരത, ധാർമ്മിക ബോധം, കൂട്ടായ്മ എന്നിവയായിരിക്കണം സമൂഹ പൊതുമനസ്സിൻ്റെ സവിശേഷതകൾ. സമൂഹത്തിലെ ഓരോ അംഗത്തിൻ്റെയും ക്ഷേമമായിരിക്കണം സാമൂഹിക പൊതുമനസ്സിൻ്റെ ലക്ഷ്യം. സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന തിന്മകൾ ഇല്ലാതാക്കുന്നതിനുള്ള നിരവധി നിർദ്ദേശങ്ങളും റൂസോ തൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിനായി സമൂലമായ ഒരു മാറ്റം ആവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു. വ്യക്തികൾ തമ്മിൽ നിലനിൽക്കുന്ന നീതീകരിക്കാനാകാത്ത ഉടമ്പടി ബന്ധത്തെ പുതിയൊരു നീതിയുക്തമായ ബന്ധം കൊണ്ട് മാറ്റി തീർത്താൽ മാത്രമേ സാമൂഹിക സമത്വങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് റൂസോ അഭിപ്രായപ്പെട്ടത്. സ്വാതന്ത്ര്യവും സമത്വവുമായിരിക്കണം പുതിയ സാമൂഹിക ബന്ധത്തിൻ്റെ അടിത്തറ. പരസ്പര വിശ്വാസവും ധാരണയുമായിരിക്കണം പുതിയതായി രൂപീകരിക്കേണ്ട സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ നിയന്ത്രിക്കേണ്ട ഘടകങ്ങൾ. ധാർമ്മിക അടിത്തറയുള്ള സാമൂഹിക ബന്ധമാണ് രൂപപ്പെടുത്തേണ്ടത്. പൊതു നന്മയായിരിക്കണം ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. വ്യക്തികൾക്കായിരിക്കണം സമൂഹത്തേക്കാൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. പരമാധികാരമുള്ള ജനതയും ആ പരമാധികാരത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഭരണകൂടവുമായിരിക്കണം സമൂഹത്തെ നയിക്കേണ്ടതെന്നാണ് റൂസോ അഭിപ്രായപ്പെട്ടത്. തുല്യനീതിയും തുല്യമായ സാമൂഹിക പദവിയും നിലനിൽക്കണമെങ്കിൽ
സ്വാതന്ത്ര്യം, നീതി, തുല്യത എന്നീ മൗലിക ഘടകങ്ങൾ പാലിക്കപ്പെട്ടിരിക്കണം. നിയമപരമായ അധികാര സ്ഥാനങ്ങളെ അംഗീകരിക്കുവാൻ വ്യക്തികൾ തയ്യാറായിരിക്കണമെന്നും അല്ലാത്തപക്ഷം ഭരണകൂടത്തിന് നിയമപരമായ ശക്തികൾ ഉപയോഗപ്പെടുത്തി വ്യക്തികളെ നിയന്ത്രിക്കാമെന്നും തൻ്റെ പുതിയ സമൂഹത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ റൂസോ അഭിപ്രായപ്പെടുന്നു. സാമൂഹിക പുരോഗതി കൈവരിക്കുന്നതിൽ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനുമുള്ള പങ്ക് റൂസോ എടുത്തു പറയുന്നുണ്ട്. വ്യക്തമായ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിയും സമൂഹവും തമ്മിൽ പൊതു താൽപ്പര്യ സംരക്ഷണാർത്ഥം ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോഴാണ് സാമൂഹിക പുരോഗതി കൈവരിക്കുവാൻ കഴിയുന്നത് എന്ന് റൂസോ അഭിപ്രായപ്പെടുന്നു. ഇത്തരത്തിൽ വളരെ കാലിക പ്രസക്തമായ ഒട്ടേറെ സാമൂഹിക വീക്ഷണങ്ങൾ മുന്നോട്ട് വെച്ച സാമൂഹിക രാഷ്ട്രീയ തത്വചിന്തകനാണ് റൂസോ.